ഞാൻ ഡോക്ടർ ലക്ഷ്മി. സിദ്ധ തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷവും സമാധാനവും ആരോഗ്യവും ഉള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ഒരു സന്തോഷവും സമാധാനവും ആരോഗ്യമുള്ള ഒരു ലൈഫിന് ആവശ്യമായ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ മരുന്നിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ ഒരു ഹോസ്പിറ്റലിലോട്ടോ പോകുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അതായത് നിങ്ങൾ ചെയ്യുന്ന ഹാബിറ്റ്സ് എന്താണ്, നിങ്ങൾ ഉറങ്ങുന്നത് എപ്പോഴാണ്, മോഷൻ ക്ലിയർ ആണോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് റീചെക്ക് ചെയ്യാം. അതായത് ഒരു അസുഖം വരണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ ശരീരം കാണിക്കുന്നത് കുറേ നാളുകളായി, അതായത് മാസങ്ങളോ വർഷങ്ങളോ ആയി നമ്മളുടെ ശരീരത്തിനെ നമ്മൾ പീഡിപ്പിക്കുന്നതിൻ്റെ, അതായത് നമ്മളൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റിൻ്റെ ഒരു ഇൻബിൽറ്റ് ആയിട്ടോ ആയിരിക്കും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഒരു പുറത്തേക്ക് വരുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ബോഡി പല സിംറ്റംസും, നമ്മുടെ ശരീരം നമുക്ക് പലതും കാണിച്ചു തരും. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ഇതൊന്നും കുറച്ച് കെയർ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ്, കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല, ഇതൊക്കെയാണെങ്കിൽ ആ വർക്ക് ലോഡ്, ചിലപ്പോൾ ജീവിതമാണ്, നമുക്ക് വർക്ക് ചെയ്താലേ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഉറക്കം ഒന്ന് കുറച്ചിട്ട് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ ശരീരം 1 മാസം ക്ഷമിച്ചു, 2 മാസം ക്ഷമിച്ചു, കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും വരാം, നമ്മുടെ ശരീരം നമ്മളോട് പ്രതികരിച്ച് തുടങ്ങും. അതായിരിക്കും മുടി കൊഴിച്ചിൽ, ദഹന വ്യവസ്ഥയിൽ, അതായത് നമുക്കിപ്പോൾ ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, മോഷൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു അൾസറായിട്ട് ഫോം ചെയ്യാം, വായിൽ കുരുക്കളായിട്ട്, അങ്ങനെ പല ഇഷ്യൂസും നമുക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങാം. ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു ഹെൽത്തി, അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഹാബിറ്റിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ അസുഖങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ കുറച്ച് മാത്രം ഇൻസിസ്റ്റ് ചെയ്യാം. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വിസ്മയം തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ബോഡിക്ക് ഇമ്മൻസ് ആയിട്ടുള്ളൊരു പവർ ഉണ്ട്. അത് സ്വയം ഹീൽ ചെയ്യാനുള്ളത്, അതായത് റിപ്പയർ ചെയ്യാനും ഹീൽ ചെയ്യാനും ഉള്ളൊരു പവർ നമ്മളുടെ ശരീരത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്, അതായത് ഉറക്കം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുവിധ അസുഖങ്ങളെല്ലാം നമുക്കൊന്ന് മാറ്റി നിർത്താൻ പറ്റും. അതായത് ഹോർമോണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടത്, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് അസുഖങ്ങൾ നമുക്ക് നമ്മളുടെ ഉറക്കം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ രാത്രി നമ്മളായ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ സീരീസോ എല്ലാം കാണുന്നതിന് പകരം റെഗുലർ, നമുക്കൊരു സിർക്കാഡിയൻ ഋതുണ്ട്. അപ്പോൾ ഒരു റെഗുലാരിറ്റി, റൊട്ടീൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഇത്ര സമയത്ത് കറക്റ്റായിട്ട് ഉറങ്ങുക, കിടക്കുക. മിക്കവർക്കും കിടന്നാൽ ഉറക്കം കിട്ടണം എന്നില്ല, എന്നാലും നിങ്ങൾ റൊട്ടീനിലോട്ട് വരാം, വീണ്ടും മൊബൈലിലോട്ട് പോവാതെ കറക്റ്റ് ടൈമിൽ ബെഡിലെത്താം, ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ചില ബുക്കുകൾ വായിക്കാം, അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ രാത്രി ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഉറക്കത്തിലൂടെ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട റിപ്പയറിങ് പ്രോഗ്രാംസ്, അതായത് ഹോർമോണൽ ബാലൻസ് ആയാലും എൻഡോക്രൈൻ സിസ്റ്റം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒട്ടുമിക്ക അസുഖങ്ങളും നമ്മുടെ ശരീരം തന്നെ റിപ്പയർ ചെയ്തെടുക്കും. അപ്പോൾ അതിന് സമയം കിട്ടേണ്ടത് എപ്പോഴാണ്? ഈ രാത്രി നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ലീപ്പിംഗ് ടൈമാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ കുറച്ച് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹെവി മീൽ, അതായത് ഇപ്പോൾ കുഴിമന്തിയോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഡിന്നർ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പോയി കിടക്കാതിരിക്കുക. ഒരു മാക്സിമം നമ്മളിപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടക്കണമെങ്കിൽ 1 ഹവറെങ്കിലും എടുക്കാം. ഇല്ല, നിങ്ങൾ ഒരു 7:30 8 ഭക്ഷണം കഴിച്ച് ഒരു 3 ഹവേഴ്സ് കഴിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഗ്യാസ്ട്രിക്, അതായത് ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിക്ക് ഈ ഹീലിംഗ് പ്രോസസ്സിലോട്ട് കിടക്കാം. ഇപ്പോൾ സ്ട്രെസ്സാണ്, ടെൻഷനാണെങ്കിലും നമ്മൾ കറക്റ്റ് റൊട്ടീനിലൂടെയാണ് പോകുന്നത്.
എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അമ്പലം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആരാധനാലയം പോലെ സൂക്ഷിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരു ആരാധനാലയം അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സൂക്ഷിക്കുന്നത് അതുപോലെ, അതായത് ചപ്പുചവറുകളൊന്നും വാരി കഴിക്കാതെ കറക്റ്റായിട്ടുള്ളൊരു റൂട്ടീൻ ഫോളോ ചെയ്ത് വേണ്ട ശുചീകരണ മുറകളെല്ലാം ചെയ്ത് അങ്ങനെയെല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് മരുന്നിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നമ്മളുടെ സ്വന്തം ശരീരം തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, താങ്ക് യു.